നമസ്കാരം. നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് MTP അഥവാ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ്, അതായത് ഗർഭനിരോധന മാർഗങ്ങൾ എന്ന് പറയുന്ന ടു പ്രിവെൻറ്റ് അൺവാണ്ടഡ് പ്രഗ്നൻസി. അതിലാണ് നമ്മൾ ബാരിയർ, നാച്ചുറൽ മെത്തേഡ്, ബാരിയർ, IUD, പിൽസ്, ഇൻജെക്റ്റബിൾസ്, സർജിക്കൽ തുടങ്ങിയ മെത്തേഡ്സ് പഠിച്ചത്. ഇനി പഠിക്കാൻ വന്ന ടോപ്പിക്ക് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ്. MTP എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഒരു പ്രോസസ്സാണ്. എന്താണ് നമുക്ക് നോക്കാം. അതായത് നമ്മൾ സാധാരണ അബോർഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് MTP. ഇൻറ്റൻഷണൽ ഓർ വോളണ്ടറി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടേം ഈസ് കോൾഡ് MTP ഓർ ഇൻഡ്യൂസ്ഡ് അബോർഷൻ. എന്താണ് ഇൻറ്റൻഷണൽ, മനഃപൂർവ്വം നടത്തുന്ന കാര്യം. വോളണ്ടറി, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന. ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടേം. എന്താണ് ഫുൾ ടേം? 9 മന്ത് പ്രഗ്നൻസി. അതിനു മുമ്പ് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രഗ്നൻസി ടെർമിനേഷൻ. അതായത് 9 മാസം തികയുന്നതിന് മുമ്പേ പ്രഗ്നൻസി മനഃപൂർവ്വം ഇല്ലാതാക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അല്ലെങ്കിൽ MTP ഓർ ഇൻഡ്യൂസ്ഡ് അബോർഷൻ. ആ ഡയഗ്രാം നോക്കിയാൽ അറിയാം നമുക്ക്. ലെഫ്റ്റ് സൈഡിലെ പിക്ചർ നോക്കിയാൽ അറിയാം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ എംബ്രിയോയെ റിമൂവ് ചെയ്യുകയാണ്. 45 to 50 million MTPs ആർ പെർഫോംഡ് ഇൻ എ ഇയർ ഓൾ ഓവർ ദ വേൾഡ്. അതായത് ഒരു വർഷം തന്നെ ലോകത്തിൽ ഏകദേശം 50 മില്യൺ അത്രയും MTP പെർഫോം ചെയ്യുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് 1/5 ഓഫ് ദി ടോട്ടൽ നമ്പർ. അതായത് ആകെ ഏകദേശ കണക്ക് പ്രകാരം ഒരു വർഷം ഉണ്ടാകുന്ന പ്രഗ്നൻസി ഓൾ ഓവർ ദ വേൾഡ് 250 മില്യൺ ആണെങ്കിൽ അതിൽ 50 മില്യൺ എന്ത് ചെയ്യുന്നുണ്ട്? അബോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ MTP ചെയ്യുന്നുണ്ട്. ഒരു കണക്ക് നോക്കിയാൽ നല്ലതാണ്. എന്താ? MTP ഹെൽപ്സ് ടു ഡിക്രീസ് ദ പോപ്പുലേഷൻ, അല്ലേ? MTP മീൻസ് പ്രഗ്നൻസി ക്യാൻസൽ ആക്കുന്നതുകൊണ്ട് ഇറ്റ് ഹെൽപ്സ് ടു ഡിക്രീസ് ദ പോപ്പുലേഷൻ. മെനി കൺട്രീസ് ഹാവ് നോട്ട് ലീഗലൈസ്ഡ് MTP ഡ്യൂ ടു ഇമോഷണൽ, എത്തിക്കൽ, റിലീജിയസ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. പക്ഷേ ഒരുപാട് രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ഇതിനെ ലീഗലൈസ്, നിയമപ്രകാരം നിരോധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇമോഷണൽ, എത്തിക്കൽ, റിലീജിയസ്, അതായത് ഇങ്ങനത്തെ കുറേ താല്പര്യങ്ങൾ കൊണ്ടത് നിയമപരമാക്കി വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എത്തിക്കൽ വാല്യൂസ് ഉണ്ട്. എന്താണ്? ഒരു കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പാടില്ല. അതേപോലെ തന്നെയോ മതപരമായിട്ട് കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ ചെയ്യുന്നത് പാവമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അത് അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങൾ, അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല, സൊസൈറ്റി എന്ത് വിചാരിക്കും. അതേപോലെ തന്നെ ഇമോഷണൽ, കാരണം ഒരു കുഞ്ഞിനെ കൊല്ലാൻ പാടില്ല. അതാണ് പറഞ്ഞത്. സ്വന്തം കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണ് അബോർട്ട് ചെയ്ത് കളയുക, ആ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരിലുണ്ട്. മെനി കൺട്രീസ്, ഒരുപാട് രാജ്യങ്ങൾ അത് ലീഗലൈസ് ചെയ്തില്ല. പക്ഷേ ഇന്ത്യ അത് ലീഗലൈസ് ചെയ്തു. എപ്പോഴാണ്? 1971 1971 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ പ്രോസസ്സ് അല്ലെങ്കിൽ MTP ലീഗലൈസ് ചെയ്തു. വിത്ത് സം സ്ട്രിക്റ്റ് കണ്ടീഷൻസ്. എന്ത് വേണം? തോന്നിയ പോലെ ചെയ്യാമെന്നല്ല പറഞ്ഞത്. സ്ട്രിക്റ്റ് കണ്ടീഷൻ ടു ചെക്ക് ഇല്ലീഗൽ ഫീമെയിൽ ഫീറ്റിസൈഡ്. MTP ചെയ്യാം എങ്ങനെയാണെങ്കിൽ അത് അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ ലൈഫിന് പ്രോബ്ലമാറ്റിക് ആണെങ്കിൽ മാത്രം ചെയ്യാം. അല്ലാതെ എന്താ ഒഴിവാക്കാനാണ്? ഇല്ലീഗൽ ഫീമെയിൽ ഫീറ്റിസൈഡ്. അതായത് പല സ്ഥലങ്ങളിൽ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞ ആ ഗേൾ ചൈൽഡ് എന്നൊരു കൺസെപ്റ്റ് വരുമ്പോഴാണ്. അതായത് ഇൻ കേസ് പ്രഗ്നൻസി കണ്ടീഷനിൽ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ എംബ്രിയോ അല്ലെങ്കിൽ കുട്ടി ഫീമെയിൽ ആണെന്ന് അറിഞ്ഞാൽ എന്ത് ചെയ്യും? MTP ചെയ്യുന്ന ആൾക്കാർ കൂടിക്കൊണ്ടിരുന്നു. നമ്മുടെ നാട്ടിലുണ്ട്, പല സ്ഥലങ്ങളിലും അതുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ MTP ചെയ്യാം, ചില കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് നമുക്ക് പിന്നീട് പഠിക്കാം. അല്ലാത്ത കേസിൽ ഒരു കാരണവശാലും ഫീമെയിൽ ഫീറ്റിസൈഡ്, കുട്ടി പെണ്ണാണ് എന്നുള്ളത് കൊണ്ടൊരിക്കലും അബോർഷൻ അല്ലെങ്കിൽ MTP ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ആ ഒരു രീതിയിലാണ് ഇന്ത്യയിൽ ഇത് നിയമവിധേയമാക്കിയത് MTP. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? MTPയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്?
അവോയ്ഡ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ഡ്യൂ ടു കാഷ്വൽ ഇൻ്റർകോഴ്സ് ഓർ ഫെയിലർ ഓഫ് കോൺട്രാസെപ്റ്റീവ്സ് യൂസ്ഡ് ഡ്യൂറിങ് കോയിറ്റസ് ഓർ റേപ്സ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യമുണ്ട്, അവോയ്ഡ് അൺവാണ്ടഡ് പ്രഗ്നൻസി അല്ലെങ്കിൽ അൺവാണ്ടഡ് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ്. ഓക്കെ, ഒരു നോർമൽ ഇൻ്റർകോഴ്സ് സമയത്ത് പ്രഗ്നൻ്റ് ആയി, അത് ഒഴിവാക്കാൻ നമ്മൾ സ്വാഭാവികമായി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ ഡിഫറെൻറ്റ് മെത്തേഡ്സിൻ്റെ ബാരിയർ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ നാച്ചുറൽ മെത്തേഡ്സൊക്കെ അതൊക്കെ ഫെയിൽ ചെയ്തു. അങ്ങനെയുള്ള കേസിൽ എന്തായി? അതായത് നമ്മളിപ്പോൾ ഇൻ കേസ് കോണ്ടംസ് അല്ലെങ്കിൽ ഡയഫ്രംസ്, കോപ്പർട്ടി തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ചു, പക്ഷേ അതൊന്നും ഫലിച്ചില്ല, പ്രഗ്നൻ്റ് ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? ഒറ്റ വഴിയേ ഉള്ളൂ, MTP. കാരണം അത് അൺവാണ്ടഡ് കൂടി ആണെങ്കിൽ മാത്രം MTP ചെയ്തേ പറ്റും. അതേപോലെ റേപ്പ് കേസിലാണെങ്കിൽ അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് റേപ്പ് കേസിലാണെങ്കിൽ ഇതേ പ്രോസസ്സാണ് പറഞ്ഞത്. റേപ്പ് കേസിൽ നമ്മൾ പറഞ്ഞു അത് വിധേനയും പ്രഗ്നൻസി ഒഴിവാക്കേണ്ട കേസാണ്. അപ്പോൾ അത് നമ്മൾ മെഡിസിൻ ആയില്ലെങ്കിൽ ചെയ്യുന്ന പ്രോസസ്സ് ഇത് തന്നെയാണ് പറയുന്നത്, MTP. ഇറ്റ് ഈസ് എസെൻഷ്യൽ, എങ്ങനെയാണെങ്കിൽ മാത്രം എസെൻഷ്യൽ പറയുന്നു. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഇൻ കേസസ് വേർ കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി കുഡ് ബി ഹാംഫുൾ ടു മദർ ഓർ ദ ഫീറ്റസ് ഓർ ബോത്ത്. അതായത് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അമ്മയ്ക്കോ കുഞ്ഞിനോ രണ്ടു പേർക്കുമോ ലൈഫിന് ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഹാംഫുൾ ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ വേറൊന്നും കണ്ടീഷനില്ല. MTP ചെയ്യാം. എന്തുകൊണ്ട്? പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്താൽ ഒന്നുകിൽ അമ്മ മരിക്കും, അല്ലെങ്കിൽ കുഞ്ഞ് മരിക്കും, അല്ലെങ്കിൽ രണ്ടു പേർക്കും പ്രോബ്ലം ഉണ്ട് എന്നാണെങ്കിൽ മാത്രം MTP ചെയ്തിട്ട് ആ ഒരു ഡെത്ത് അല്ലെങ്കിൽ ആ കാഷ്വാലിറ്റീസ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതാണ് MTPയുടെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു എങ്ങനെ ചെയ്യുന്നതൊരു കാര്യം പറയുന്നുണ്ട് അവിടെ. നമുക്കറിയാം ഇപ്പോൾ എന്താ ആ ഒരു പാർട്ട് നോക്കുക, മദർ ബോഡിയുടെ പാർട്ടാണ്. ജസ്റ്റ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കുക. മറ്റ് കാര്യങ്ങളൊക്കെ മെഡിക്കൽ ടേംസാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നു, സ്പെക്കുലം അല്ലെങ്കിൽ ടെനക്കുലം എന്നൊക്കെ പറഞ്ഞുള്ള ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പാർട്സാണ്. അത് വജൈനൽ വഴി ഇൻസേർട്ട് ചെയ്യുകയും പിന്നെ കാനുല എന്ന് പറയുന്ന ഒരു പാർട്ട്, എ സ്പെക്കുലം ഈസ് പ്ലേസ്ഡ് ഇൻ ദ വജൈന, എ ടെനാക്കുലം ഈസ് ക്ലാംപ്ഡ് ടു ദ ലിപ്പ് ഓഫ് ദി സെർവിക്സ് ആൻഡ് ദ കാനുല ഈസ് ഇൻസേർട്ട് ഇൻ ടു ദ യൂട്രസ്. യൂട്രസിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ പേര് കാനുല എന്നാണ്. കാനുല വഴി എന്ത് ചെയ്യും? പ്ലാസൻ്റെയൊക്കെ അകത്ത് അല്ലെങ്കിൽ യൂട്രസിനകത്ത് വളരുന്ന ആ ഫീറ്റസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ചെയ്യുന്ന പ്രോസസ്സ്. MTP ചെയ്യാം, കണ്ടീഷനും പറഞ്ഞു. എപ്പോഴായിരിക്കണം? MTPs ആർ സേഫ് ഡ്യൂറിങ് ഫസ്റ്റ് ട്രൈമെസ്റ്റർ. എന്താ ട്രൈമെസ്റ്റർ? 3 മാസമാണ്. ഫസ്റ്റ് ട്രൈമെസ്റ്റർ മീൻസ് ഫസ്റ്റ് 3 months അപ് ടു 12 weeks ഓഫ് പ്രഗ്നൻസി. അതായത് MTP ചെയ്യുന്നപ്പോൾ ചെയ്യണം ഫസ്റ്റ് 3 months ചെയ്യണം. അത് കഴിഞ്ഞാലോ സെക്കൻഡ് ട്രൈമെസ്റ്റർ അബോർഷൻസ് ആർ വെരി റിസ്കി. സ്വാഭാവികമായിട്ടും നടക്കുന്ന കേസാണ്. കാരണം നമ്മളിപ്പോൾ ഇത് അൺവാണ്ടഡ് പ്രഗ്നൻസി ആണെന്ന് 1 month ആകുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. 1 month ആകുമ്പോൾ പറഞ്ഞതിന് ഉടൻ തന്നെ ചെയ്യാം, 3 മാസത്തിനുള്ളിൽ ചെയ്യണം. സെക്കൻഡ് ട്രൈമെസ്റ്റർ അതായത് 4 മുതൽ 6 വരെ മാസം, 4 മാസത്തിന് ശേഷമുള്ള ഏത് അബോർഷനും റിസ്കിയാണ് എന്നാണ് പറയുന്നത്. ഇനിയോ അതിൻ്റെ പ്രോബ്ലംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രോബ്ലംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഓർ MTP. മെജോറിറ്റി ഓഫ് ദി MTPs ആർ പെർഫോംഡ് ഇല്ലീഗലി. അതായത് മെജോറിറ്റി ഈ പ്രോസസ്സ് ചെയ്യുന്നത് പലപ്പോഴും എന്താണ്? ലീഗലി അല്ല, ഇല്ലീഗലിയാണ്. അതായത് നിയമവിധേയമല്ല ചെയ്യുന്നത്, നിയമപ്രകാരമല്ല ചെയ്യുന്നത്, നിയമം നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ എതിരെയാണ് ചെയ്യുന്നത്. നോക്കുക എന്താണെന്നുള്ളത്. മിസ്യൂസ് ഓഫ് അമ്നിയോസെൻറ്റസിസ് ടെസ്റ്റ് ഫോർ ഫീറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ. MTP അതിന് ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്താണ് ഈ അമ്നിയോസെൻറ്റസിസ്? അത് നമുക്ക് അമ്നിയോസെൻറ്റസിസ് എന്താണെന്ന് നോക്കാം. താഴെ നോക്കുക. അമ്നിയോസെൻറ്റസിസ് എന്താ? ഇൻ ദിസ് സം അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഓഫ് ദ ഫീറ്റസ് ഈസ് ടേക്കൺ ടു അനലൈസ് ദ ഫീറ്റൽ സെൽസ് ആൻഡ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദ പ്രസൻസ് ഓഫ് ജെനറ്റിക് ഡിസോർഡേഴ്സ്, സർവൈവബിലിറ്റി ഓഫ് ദ ഫീറ്റസ് എക്സെട്ര. അതായത് പ്രഗ്നൻസി കണ്ടീഷനിൽ മദറിൻ്റെ ബോഡിക്കകത്തേക്ക് ഏത് അൾട്രാസൗണ്ട് സ്കാനറൊക്കെ നോക്കിക്കൊണ്ട് ട്രാൻസ്ഡ്യൂസറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു
സിറിഞ്ച് പോലുള്ള ഉപകരണം വഴി മദറിൻ്റെ യൂട്രസിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യും. ആ യൂട്രസിനകത്ത് നിന്ന് എന്ത് ചെയ്യും? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് റിമൂവ് ചെയ്യും. എന്തറിയാൻ വേണ്ടിയിട്ട്? കുട്ടിയുടെ സെല്ല്, ഫീറ്റസ് സെൽസിനെ പറ്റിയും ഡിസോൾവ്ഡ് സബ്സ്റ്റൻസിനെ കുറിച്ചും അറിയാൻ വേണ്ടിയിട്ടുള്ള ഈ ഫ്ലൂയിഡ് റിമൂവ് ചെയ്യും. കംപ്ലീറ്റ്, കുറച്ചാണ്, കംപ്ലീറ്റ് അല്ല, കുറച്ച് മാത്രം. അപ്പോൾ അമ്നിയോസെൻറ്റസ് എന്താണ്? ദ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഓഫ് ദ ഫീറ്റസ് ഈസ് ടേക്കൺ ടു അനലൈസ് ദ ഫീറ്റൽ സെൽസ് ആൻഡ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ്. അതുവഴി നമുക്ക് എന്തറിയാൻ പറ്റും? കുട്ടിക്ക് എന്തെങ്കിലും ജെനറ്റിക് ഡിസോർഡേഴ്സ്, അതായത് മുമ്പേയുള്ള അസുഖമല്ല, ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സാണ് ഈ അമ്നിയോസെൻറ്റസിസ്. പക്ഷേ എന്താ പ്രശ്നം നോക്കുക? മിസ്യൂസ് ഓഫ് ആംനിയോസെൻറ്റസിസ് ടെസ്റ്റ് ഫോർ ഫീറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ. ഇഫ് ദ ഫീറ്റസ് ഈസ് ഫീമെയിൽ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ MTP. അപ്പോൾ കുട്ടിക്ക് അസുഖമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്നിയോസെൻറ്റസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രോബ്ലം? അപ്പോൾ ഫീറ്റസ് ക്രോമോസോം പാറ്റേൺ നോക്കുമ്പോൾ എന്തറിയാൻ പറ്റും? കുട്ടി ഫീമെയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാൻ പറ്റും. പ്രഗ്നൻസി കണ്ടീഷനിൽ തന്നെ ഓർഗൻസ് ഡെവലപ്പ് ആവുന്നതിന് മുമ്പേ ക്രോമോസോം ചെക്ക് ചെയ്യുമ്പോൾ ക്രോമോസോം നമ്പർ XX ആണോ XY ആണോ എന്നറിയാൻ പറ്റും. അതുവഴി കുട്ടി മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ അമ്നിയോസെൻറ്റസിസ് ടെസ്റ്റ് ചെയ്ത് കുട്ടിക്ക് ജെനറ്റിക് ഡിസീസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്, ജെനറ്റിക് ഡിസീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തറിയാൻ പറ്റും? കുട്ടി മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ഫീറ്റസ് ഈസ് ഫീമെയിൽ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ MTP. കുട്ടി ഫീമെയിൽ ആണെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? MTP ചെയ്യുന്ന കേസ് കൂടി വരികയാണ്. സച്ച് പ്രാക്ടീസ് ആർ ഡേഞ്ചറസ് ഫോർ ദ യങ് മദർ ആൻഡ് ഫീറ്റസ്. അങ്ങനെ ചെയ്ത ആർക്കാണ്? കുട്ടിയെ കൊല്ലുന്നതാണ് ശരിക്കും പറഞ്ഞ MTP. അതേപോലെ യങ് മദറിനും നമ്മൾ പറഞ്ഞു. യങ് മദർ എന്നൊരു കാരണം ആ സമയത്ത് ഒരുപക്ഷെ മദറിൻ്റെ ഏജ് 18 or 20 മാത്രമായിരിക്കും. ആ സമയത്ത് അത് മദറിൻ്റെ ബോഡിക്കും MTP ചെയ്യുകയാണെങ്കിൽ അത് പിന്നീടുള്ള പ്രഗ്നൻസിനെയും ബാധിക്കും. അതാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനിയോ MTPയുടെ കേസ് നോക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എനാക്റ്റഡ് ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 2017 to reduce illegal abortion and consequent maternal mortality and morbidity. അതായത് ഇല്ലീഗൽ അബോർഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ആക്ട്, അങ്ങനത്തെ ഒരു ആക്ട് ഉണ്ട്. അക്കോർഡിംഗ് ടു ദിസ് ആക്ട് എ പ്രഗ്നൻസി മേ ബി ടെർമിനേറ്റഡ് വിത്തിൻ ദ ഫസ്റ്റ് 12 week ഓഫ് ദി ഒപ്പീനിയൻ ഓഫ് എ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. ഒരു രജിസ്റ്റേർഡ് ഡോക്ടറുടെ ഹെൽപ്പോട് കൂടി മാത്രം എന്ത് ചെയ്യാം? 3 മാസത്തിനുള്ളിൽ ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അത് ഇല്ലീഗലാണെന്ന് കരുതി കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്ത് എന്താ പ്രോബ്ലം വരിക? ചിലപ്പോൾ മദറിനും കുട്ടിക്കും അതെങ്ങനെ ഇതിലുള്ള ഹാംഫുൾ ഇഫക്റ്റ് വന്നേക്കാം. അതുകൊണ്ട് ആ ലോ 2007 അങ്ങനത്തെ ഒരു ലോ അല്ലെങ്കിൽ ആക്ട് പാസ്സാക്കുകയുണ്ടായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? പ്രഗ്നൻസി മേ ബി ടെർമിനേറ്റഡ്, MTP ചെയ്യാം വിത്തിൻ ദ ഫസ്റ്റ് 12 days ഓൺ ദി ഒപ്പീനിയൻ ഓഫ് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. ഇഫ് ദ പ്രഗ്നൻസി ഈസ് ബിറ്റ്വീൻ 12 to 24 weeks 2 registered medical practitioners must be of the opinion. അതായത് 12 മാസം കഴിഞ്ഞ് 12 വീക്ക് കഴിഞ്ഞു, അതായത് 3 മാസം കഴിഞ്ഞിട്ട് 6 മാസം വരെ 24 വീക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം 6 months വരുമല്ലോ. അപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇത് വേണം 2 registered മെഡിക്കൽ പ്രാക്ടീഷണർ, അതായത് ഡോക്ടേഴ്സിൻ്റെ സമ്മതമില്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റൂല എന്നാണ് പറയുന്നത്. ആദ്യത്തെ 3 മാസമാണെങ്കിൽ ഒരു ഡോക്ടറുടെ ഇത് മതി, അഡ്വൈസ് മതി. പക്ഷേ സെക്കൻഡ് ട്രൈമസ്റ്റർ ആണെങ്കിൽ 2 ഡോക്ടേഴ്സിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇതാണ് MTPയുടെ പ്രോബ്ലംസ് പറയുന്നത്. അടുത്തത് എന്താണ്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. നമ്മൾ കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സ് പറയുമ്പോൾ അവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് STDs എന്ന് പറഞ്ഞിരുന്നത്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. സെക്ഷുവൽ കോണ്ടാക്റ്റ് വഴി പകരുന്ന അസുഖങ്ങളാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് പറയുന്നത്. ഇത് സെക്സ് ഓർഗൻസിനെ മാത്രം ബാധിക്കുന്നതല്ല, കംപ്ലീറ്റ് ബോഡിയെ അഫക്റ്റ് ചെയ്തേക്കാം. ഡയഗ്രാംസ് നോക്കുക. എന്താണ് STDs എന്ന് പറയുന്നത്? ഡിസീസസ് ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷുവൽ ഇൻ്റർകോഴ്സ്. സെക്ഷുവൽ കോണ്ടാക്റ്റ് വഴി പകരുന്ന അസുഖമാണ്. ഡിസീസസ് ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷുവൽ ഇൻ്റർകോഴ്സ് ആർ കോൾഡ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. അല്ലെങ്കിൽ എന്ത് പറയാം? ഇൻഫെക്ഷൻസ്. എന്താ ഇൻഫെക്ഷൻസ്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, STI എന്നും വിളിക്കാം. അതല്ല എന്ത് വിളിക്കാം? വെനറിയൽ ഡിസീസ്, VD, ഓർ
റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് ഇൻഫെക്ഷൻ RTI. അപ്പോൾ STD എന്ന് പറഞ്ഞാലും STI എന്ന് പറഞ്ഞാലും VD ഓർ വെനറൽ ഡിസീസ് എന്ന് പറഞ്ഞാലും RTI റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലൊക്കെ എന്താണ് സെയിം കണ്ടീഷനാണ് വരുന്നത് ഇവിടെ. ഏതൊക്കെയാണ് കോമൺലി ഹ്യൂമൻ ബീയിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന STDs എന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഗൊണേറിയ, സിഫിലിസ്, ജെനിറ്റൽ ഹെർബ്സ്, ക്ലമീഡിയാസിസ്, ജെനിറ്റൽ വാർഡ്സ്, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് B, HIV ലീഡിങ് ടു എയ്ഡ്സ് ആണ്. എയ്ഡ്സ് നമ്മൾ പറഞ്ഞു എന്താ കംപ്ലീറ്റ്ലി STD ആണോ ചോദിച്ചാൽ ആണ്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. പക്ഷെ അല്ലാത്ത രീതിയിലും എയ്ഡ്സ് എന്ന് പറഞ്ഞ അസുഖം പകരാം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് STD എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് HIV-യും ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും കേസ് എടുത്ത് നോക്കാം. HIV ആൻഡ് ഹെപ്പറ്റൈറ്റിസ് B ആർ ഓൾസോ ട്രാൻസ്മിറ്റഡ്. എങ്ങനെ? സെക്ഷൽ കോണ്ടാക്റ്റ് അല്ലാതെ എങ്ങനെയൊക്കെ ചെയ്യാം? ബൈ ഷെയറിങ് ഓഫ് ഇഞ്ചക്ഷൻ നീഡിൽസ്, സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ബൈ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്. 10ാം ക്ലാസ്സിലേക്ക് HIV-യുടെ ഇൻഫെക്ഷൻ പഠിച്ചിട്ടുണ്ട്. സെക്ഷൽ കോണ്ടാക്റ്റ് അല്ലാതെ മറ്റ് 3 മെത്തേഡ്സ് കൂടി ഉണ്ടല്ലോ. ആ 3 മെത്തേഡ്സും ഇവിടെയും ബാധിക്കാം, ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് HIV. എക്സെപ്റ്റ് ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് ജെനിറ്റൽ ഹെർബ്സ് ആൻഡ് HIV, other diseases are completely curable if detected early and treated properly. നോക്കുക, HIV, ജെനിറ്റൽ ഹെർബ്സ്, ഹെപ്പറ്റൈറ്റിസ് B, ഈ 3 ഡിസീസിന് എന്തില്ല? ചികിത്സയില്ല. ഈ ഡിസീസ് വന്നാൽ അത് പെർമനൻ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. മെഡിസിൻ ഇല്ലാത്ത അസുഖമാണ് ഈ 3 ഹെപ്പറ്റൈറ്റിസ് B, ജെനിറ്റൽ ഹെർബ്സ് ആൻഡ് HIV. മറ്റു ഡിസീസ് എങ്ങനെയാണ്? കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ് ഇഫ് ഡിറ്റക്റ്റഡ് ഏർലി ആൻഡ് ട്രീറ്റഡ് പ്രോപ്പർലി. മുമ്പേ തിരിച്ചറിയുകയാണെങ്കിൽ, ചികിത്സ എടുക്കുന്നെങ്കിൽ ക്യൂറബിൾ ആണ്, അല്ലെങ്കിൽ അതും പ്രോബ്ലമാണ്. നോക്കാം നമുക്ക് എന്താണ് ഇതിൻ്റെ സിംറ്റംസ് നോക്കാം. ഏർലി സിംറ്റംസ്, മുമ്പുണ്ടാകുന്ന സിംറ്റംസ്, തുടക്കത്തിൽ കാണിക്കുന്ന സിംറ്റംസ് ഇതൊക്കെയാണ്. ഇച്ചിങ് മീൻസ് ആ പ്രത്യേക ഭാഗത്തുണ്ടാകുന്ന ഇറിറ്റേഷൻ, ചൊറിയുകയാണ്. ഫ്ലൂയിഡ് ഡിസ്ചാർജ്, സ്ലൈറ്റ് പെയിൻ, സ്വെല്ലിങ് എക്സെട്ര ഇൻ ദ ജെനിറ്റൽ റീജിയൻ. റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനടുത്തായിട്ട് ഇച്ചിങ് ഉണ്ടാവും, ഫ്ലൂയിഡ് ഡിസ്ചാർജ്, അതേപോലെ തന്നെ സ്ലൈറ്റ് പെയിൻ, സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാവും. പിന്നെയോ ആബ്സെൻസ് ഓർ ലെസ് സിഗ്നിഫിക്കൻസ് ഏർലി സിംറ്റംസ് ആൻഡ് ദ സോഷ്യൽ സിഗ്മ ഡിറ്റർ ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു കൺസൾട്ട് ഡോക്ടർ. അതായത് ഈ നമ്മൾ ഏർലി സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് വലിയ പ്രോബ്ലം ആയിട്ട് തോന്നില്ല. ഒരു ചെറിയ ഇൻഫെക്ഷൻ പോലെ നമുക്ക് തോന്നിയുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഡോക്ടറെ കാണാനുള്ള ഒരു ഇത് തോന്നും. കാരണം റീപ്രൊഡക്റ്റീവ് പാർട്ട് ആയതുകൊണ്ട് ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് ഒരു തരം നാണക്കേട് പോലെ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും പ്രോബ്ലം ആവുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ലെസ് സിഗ്നിഫിക്കൻസ് ഏർലി സിംറ്റംസ് ഒക്കെ ആകുമ്പോൾ ഇതൊരു പ്രോബ്ലമാണ്. ദിസ് ലീഡ്സ് ടു കോംപ്ലിക്കേഷൻസ് സച്ച് ആസ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, അബോർഷൻ, സ്റ്റിൽ ബർത്ത്, എക്ടോപിക് പ്രഗ്നൻസി, ഇങ്ങനെയൊക്കെ വരും. എന്താണ് എന്തൊക്കെ കോംപ്ലിക്കേഷൻ? PID ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന്. പെൽവിസ് അറിയാലോ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ആ ഒരു ഇടുപ്പ് ഭാഗമാണ് പെൽവിസ്. ആ ഭാഗത്തെ അഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷനാണ്. അതെന്തിനൊക്കെ കാരണമാവും? അബോർഷൻ, പ്രഗ്നൻ്റ് ആണെങ്കിൽ അത് അബോർഷൻ ആവും. സ്റ്റിൽ ബർത്ത്, അതായത് കുട്ടി മരിക്കും. ഡെലിവറി ആണെങ്കിലും കുട്ടി മരിക്കും. എക്ടോപിക് പ്രഗ്നൻസി മീൻസ് നോർമൽ രീതിയിൽ എവിടെ ഉണ്ടാവുക? ഇത് നോർമൽ രീതിയിൽ യൂട്രസിനകത്താണ് എന്ത് ഉണ്ടാവേണ്ടത്? നോർമൽ രീതിയിൽ യൂട്രസിനകത്താണ് ഈ പ്രോസസ്സ് നടക്കേണ്ടത്. അതായത് സാധാരണ രീതിയിൽ നമ്മൾ പ്രഗ്നൻസി എന്ന് പറയുന്നത് എവിടെയാണ്? യൂട്രസിനകത്ത്. ഇത് ഫലോപ്പിയൻ ട്യൂബിനകത്ത് പ്രഗ്നൻ്റ് ആവും. പ്രഗ്നൻസി കണ്ടീഷൻ സെയിമാണ്, പക്ഷേ ചൈൽഡ് എവിടെ? യൂട്രസിലേക്ക് വരാതെ എവിടെ ഉണ്ടാവും? ഫലോപ്പിയൻ ട്യൂബ്. അതിനാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് വിളിക്കുന്നത്. പിന്നെ ഇൻഫെർട്ടിലിറ്റി, റീപ്രൊഡക്റ്റീവ് പവർ ഇല്ലാതാവുക, ഓർ ക്യാൻസർ, റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ക്യാൻസർ വരെ വന്നേക്കാം. എങ്ങനെ നമുക്കിത് ഒഴിവാക്കാൻ പറ്റും?
STD അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഒന്ന്, അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. അതായത് നോർമലി ലീഗലി അത് പ്രോബ്ലം അല്ല, കാരണം ഒറ്റൊരു പാർട്ട്ണറെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഒരു പാർട്ട്ണറേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അൺനോൺ പാർട്ട്ണറുമായിട്ടുള്ള സെക്സ് എന്നൊരു ചാൻസ് ഇല്ല. പക്ഷേ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇല്ലീഗലി മൂവ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള കേസിൽ ഈ പ്രശ്നം വരാം. അതായത് ഒരുപാട് ആൾക്കാർക്ക് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തുന്ന ആൾക്കാർക്ക് ഈ അസുഖം പകരാം. ഇൻ കേസ് ഏതെങ്കിലും ഒരു ലേഡിക്ക് അസുഖം ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരാളാണ് പോകുന്നതെങ്കിൽ അവർക്ക് അസുഖം പകരാം. അതുവഴി വൈഫിനും വരാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അൺനോൺ പാർട്ട്നേഴ്സുമായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്റ്റ് ഒഴിവാക്കുക, ഒന്നാമത്തെ കാര്യം. 2, ഓൾവേസ് യൂസ് കോണ്ടംസ് യൂറിങ് കോയിറ്റസ്. പ്രഗ്നൻസിക്ക് ആവശ്യമില്ലാത്ത കേസിലാണ് പറയുന്നത്. എപ്പോഴെന്ത് ചെയ്യുക? കോണ്ടംസ് യൂസ് ചെയ്യുക. മറ്റേത് കോൺട്രാസെപ്റ്റീവ്സിനേക്കാളും നല്ലത് കോണ്ടംസ് ആണ് എന്ന് പറയുന്നു. അത് കാരണം ഇതാണ്. ഓക്കെ, എന്താ ഇത് ബോഡി ടച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നില്ല കോണ്ടംസ്, അതുകൊണ്ട് അത് യൂസ് ചെയ്യാം. പിന്നെയോ, ഇൻ കേസ് ഓഫ് ഡൗട്ട് ഗോ ടു എ ക്വാളിഫൈഡ് ഡോക്ടർ ഫോർ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഗെറ്റ് കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ നിർബന്ധമായിട്ടും ക്വാളിഫൈഡ് ഡോക്ടറെ അടുത്ത് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇത് റീപ്രൊഡക്റ്റീവ് പാർട്ടല്ലേ, ഡോക്ടറോട് എങ്ങനെയാണ് പറയുക എന്നൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടാവുമെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഏറ്റവും സീരിയസ് ആയി കഴിഞ്ഞാൽ വലിയ പ്രോബ്ലമായിട്ട് വരികയാണ്. അപ്പോൾ നോർമൽ രീതിയിൽ നമ്മൾ പറഞ്ഞു ഇത് ഓൺലി ആഫ്റ്റർ മാരേജ് അല്ലെങ്കിൽ സെക്ഷൽ കോണ്ടാക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ബാധിക്കുന്ന അസുഖമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഓൾ പേഴ്സൺസ് ആർ വൾണറബിൾ ടു STDs. അതായത് എല്ലാവർക്കും ഈ അസുഖം വരാം. ദീസ് ആർ വെരി ഹൈ എമംഗ് പേഴ്സൺസ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 15 to 24. ഇത് അധികം കാണപ്പെടുന്ന എവിടെയാണ്? ഈ ഒരു ഏജിൽപ്പെട്ടവർക്കാണ്. 15 to 24 എന്ന് പറഞ്ഞാൽ ആ ഏജിൽപ്പെട്ടവർക്കാണ് ഈ ഒരു ഡിസീസ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതാണ് STDസിൽ പറയാനുള്ളത്. ഇങ്ങനെയാണ് നമുക്ക് STD ഒഴിവാക്കാൻ വേണ്ടി പറ്റുക. നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി MTP. മറ്റൊന്ന്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഓർ STDs.